ഹലോ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വൻപയറിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. വൻപയർ കുക്കറിൽ നമുക്ക് വേവിച്ചെടുക്കണം. കൂട്ടത്തിൽ ഇത് ഞാൻ മത്തങ്ങയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ വൻപയർ അത് മുന്നേ 12 മണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയ വൻപയർ ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിനെ വേവിച്ച് എടുക്കാവുന്നതാണ്. വൻപയർ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ്, റെസിപ്പി തന്നെയാണ്. വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് കുക്കറിൽ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. 2 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കണം. വെന്തതിന് ശേഷം മത്തങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളിതിനെ ഒന്നും കൂടെ വേവിച്ചെടുക്കണം. അപ്പോൾ മത്തങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇതിനെ ഒന്ന് തവി കൊണ്ട് നമുക്ക് ഉടയ്ക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. മത്തങ്ങയുടെ ടേസ്റ്റും പയറിൻ്റെ ടേസ്റ്റും കൂടെ മിക്സ് ആകുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് റെഡിയായി കഴിയുമ്പോഴത്തേന് ഇതിലോട്ട് ശകലം കുരുമുളക് പൊടി ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഗരം മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിനെ മിക്സ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല എരിയൊന്നുമില്ല. നല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റിയുള്ളൊരു റെസിപ്പി തന്നെയാണ്. പിന്നെ നല്ലപോലെ അരങ്ങി ഉടച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ട് നമുക്ക് കടുക് വറുക്കാം. കടുക് വറുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. കടുക് വറുത്ത് കഴിഞ്ഞു, മിക്സ് ചെയ്ത് കൊടുത്തു, കറിയിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കടുക് വറുത്തത്. അപ്പോൾ സിമ്പിളാണ് റെസിപ്പി, ആർക്കും ഉണ്ടാക്കാം. മത്തങ്ങയും ഇതൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ. മത്തങ്ങയും വൻപയറുമായിട്ടുള്ള നാടൻ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക് യു.